സംസ്ഥാന തലത്തിൽ കോൺഗ്രസിന് മുഖങ്ങൾ നിരവധിയാണ്. KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയും കെ സുധാകരനും അങ്ങനെ എണ്ണിയാലും തീരാത്ത പുതുതലമുറയും പഴയ തലമുറയിലെയും നേതാക്കന്മാർ അനവധിയാണ് കോൺഗ്രസിൽ. എന്നാൽ ദേശീയ തലത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൻ്റെ മുഖമായി നിൽക്കുന്ന, അതേപോലെ തന്നെ രാജ്യത്തിൻ്റെ മുഖമായി കൂടി നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരിൽ ഒരാൾ ശശി തരൂരാണ്. വിശ്വപൗരൻ എന്ന ഖ്യാതി കേട്ട ശശി തരൂർ. എന്നാൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരള രാഷ്ട്രീയത്തിൽ ചർച്ചയാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിൽ ഒന്ന് ശശി തരൂരിന് ഇത് എന്തു പറ്റി എന്ന ചോദ്യമാണ്. സഖാവ് പിണറായി വിജയനെ അനുകൂലിച്ചുകൊണ്ട് സംസാരിച്ചത് സ്വാഭാവികമായും ചിലപ്പോൾ നിലവിൽ സർക്കാരിനെ പ്രശംസിക്കേണ്ട ഇടങ്ങളിൽ പ്രശംസിച്ചതാണെന്ന് കരുതാം. പക്ഷേ ശശി തരൂരിനെ പോലെ ദേശീയ മുഖമായി നിൽക്കുന്ന ഒരു നേതാവ് പല കാര്യങ്ങളും ശശി തരൂർ പറയുമ്പോൾ അത് കോൺഗ്രസിൻ്റെ ഭാഷ്യമാണെന്നും കോൺഗ്രസിൻ്റെ അഭിപ്രായമാണെന്നും രേഖപ്പെട്ടു പോകുന്ന തരത്തിലേക്ക് ഖ്യാതി ഏറെ നേടിയിട്ടുള്ള ശശി തരൂർ, അദ്ദേഹം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ചില നിലപാടുകൾ സ്വീകരിക്കുന്നത്? അദ്ദേഹം എന്തുകൊണ്ടാണ് BJPക്ക് കൊടിപിടിക്കുന്നത്? അദ്ദേഹം എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിയെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത് എന്ന ചോദ്യം ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ കടുത്ത ഭാഷയിൽ തന്നെ ഉയർന്നു വരികയാണ്. തന്നെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഏൽപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദവി താൻ ചെയ്യുക തന്നെ ചെയ്യും, രാഷ്ട്രീയമല്ല രാഷ്ട്രമാണ് വലുത് എന്ന നിലപാട് കടുപ്പിച്ച് പറയുമ്പോൾ മറ്റൊരു തലയ്ക്കൽ കോൺഗ്രസ് കൊടുത്ത ലിസ്റ്റിലുള്ള നേതാക്കന്മാരെ എല്ലാം വെട്ടി ശശി തരൂർ മതി, രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി രാജ്യങ്ങളിൽ പോയി സംസാരിക്കുവാൻ കഴിവുള്ള നേതാവ് ശശി തരൂരാണ് എന്ന കോൺഗ്രസ് കൊടുത്ത ലിസ്റ്റിനെ മറികടന്നുകൊണ്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുമ്പോൾ BJPയും ശശി തരൂരും തമ്മിൽ നിശബ്ദമായ ചില ബന്ധങ്ങൾ പുലർത്തുന്നുണ്ടോ എന്ന സംശയം കോൺഗ്രസിനുള്ളിൽ ഉയരുക തന്നെയാണ്. ശശി തരൂരിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്ന വാക്കുകളിൽ ചില വസ്തുതകളുണ്ട്. രാജ്യമാണ് ഏറ്റവും വലുത്, അതിൽ സംശയമില്ല. രാഷ്ട്രം രണ്ടാമത് തന്നെയാണ്. പക്ഷെ നിരന്തരമായി BJP സർക്കാരിനെയും നരേന്ദ്രമോദിയെയും പ്രകീർത്തിച്ചുകൊണ്ട് അനവസരത്തിലും അവസരത്തിലും സംസാരിക്കുമ്പോൾ അത് താഴെത്തട്ടുള്ള പ്രവർത്തകരെ സംബന്ധിച്ച് നിലവിൽ ഇവിടെ നിലമ്പൂരടക്കമുള്ള ഉപതെരഞ്ഞെടുപ്പും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ നടക്കുവാൻ പോകുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ AICCയുടെ അധ്യക്ഷനായി മത്സരിച്ച ശശി തരൂർ അത്തരത്തിൽ ചില വർത്തമാനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ സ്വാഭാവികമായും അത് താഴെത്തട്ടുള്ള പ്രവർത്തകരെയും നേതാക്കന്മാരെയും ഒക്കെ ചൊടിപ്പിക്കുക തന്നെ ചെയ്യും. എന്നാൽ കോൺഗ്രസ് ഇപ്പോഴും അദ്ദേഹത്തിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല എന്നൊരു അമർഷവും കോൺഗ്രസിനുള്ളിൽ നിന്ന് ഉയരുന്നുണ്ട്. ഒരാളും പാർട്ടിയേക്കാൾ മുകളിലില്ല എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന കോൺഗ്രസിന് എന്തുകൊണ്ട് ശശി തരൂരിൻ്റെ വിഷയത്തിൽ മാത്രം നിശബ്ദത പാലിക്കേണ്ടി വരുന്നു എന്ന ചോദ്യം കടുക്കുമ്പോൾ അതിന് മറുപടി പറഞ്ഞേ മതിയാവൂ കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും. സണ്ണി ജോസഫും VD സതീഷനുമൊക്കെ പലവരും പാർട്ടിയേക്കാൾ മുകളിലേക്ക് ആരുമില്ലെന്ന് പറയുമ്പോഴും ശശി തരൂർ പലപ്പോഴും പാർട്ടി ചട്ടക്കൂടുകൾക്ക് അപ്പുറം നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ നിശബ്ദത പാലിക്കേണ്ടി വരികയാണ് സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങൾക്ക്. മല്ലികാർജ്ജുന ഖാർഗെയും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ നിശബ്ദത പാലിച്ച് മുൻപോട്ട് പോകുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് എന്ത് എന്ന ചോദ്യത്തിന് ഒരു മറുപടിയാണ് ഏറ്റവും പ്രധാനമായുള്ളത്. ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തിപ്രഭ തന്നെയാണ് അതിന് കാരണം. ശശി തരൂർ MP ആയി ആദ്യമായി മത്സരിക്കുവാനെത്തുമ്പോൾ കോൺഗ്രസിൻ്റെ മുഖമായി കോൺഗ്രസിൻ്റെ ടിക്കറ്റിൽ പാർലമെൻറ്റിലേക്ക് അദ്ദേഹത്തെ പറഞ്ഞുവിടുമ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭ, അദ്ദേഹത്തിൻ്റെ രാജ്യം മുഴുവനുള്ള പേരും പ്രശസ്തിയും ഒക്കെ തന്നെയായിരുന്നു കോൺഗ്രസ് മുൻപോട്ട് വെച്ചത്. അദ്ദേഹത്തിൻ്റെ അറിവ് ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്ക്, ഈ രാജ്യത്തിൻ്റെ പുരോഗമനത്തിന് ഗുണകരമാകുമെന്ന കാഴ്ചപ്പാടിൻ്റെ പുറത്ത് തന്നെ അദ്ദേഹത്തെ കോൺഗ്രസിൻ്റെ ടിക്കറ്റിൽ മത്സരിപ്പിക്കുന്നു. തുടർന്ന് അദ്ദേഹം 4 തവണ നിരന്തരമായി തിരുവനന്തപുരം പാർലമെൻറ്റിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു വരുന്നു. തിരുവനന്തപുരത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ NSS നായർ ബെൽറ്റിന് വലിയ കരുത്താണുള്ളത്. എലൈറ്റ് ക്ലാസ്സുകളായിട്ടുള്ള സമ്പന്നരായിട്ടുള്ള ആളുകൾ നിരവധിയുള്ളവർ, അതായത് ശശി തരൂരിൻ്റെ രീതികൾക്കും ചട്ടങ്ങൾക്കും അനുസരിച്ച് നിൽക്കുന്ന ഒരു ജനവിഭാഗം ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം. അതുകൊണ്ട് തന്നെ ശശി തരൂർ നിരന്തരമായി അവിടെ വിജയിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരനെ പോലും പരാജയപ്പെടുത്തിക്കൊണ്ട് ശശി തരൂർ അവിടെ നിലനിൽക്കുമ്പോൾ ശശി തരൂർ കോൺഗ്രസിൽ നിന്ന് ഏതെങ്കിലും തരത്തിലൊരു അകൽച്ച പാലിച്ച് BJPയിലേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ അത് BJPയെ സംബന്ധിച്ച് വലിയ കരുത്താണ്. സ്വാഭാവികമായും നിലവിലത്തെ സാഹചര്യത്തിൽ തിരുവനന്തപുരത്തെ മുന്നേറ്റമുണ്ടാക്കുവാൻ കഴിയുന്ന രാഷ്ട്രീയ ഭൂമികയാണെന്ന് BJPക്ക് മനസ്സിലായ രാഷ്ട്രീയ സാഹചര്യത്തിൽ ശശി തരൂർ കൂടി തങ്ങളുടെ പക്കലിലേക്ക് വരുമ്പോൾ അത് വലിയ മാറ്റത്തിന് കാരണമാകുമെന്നും ഒരു പക്ഷേ വരാൻ പോകുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീധരനെ മുഖ്യമന്ത്രി മുഖമായി അവതരിപ്പിച്ചതുപോലെ BJPയുടെ മുഖ്യമന്ത്രി മുഖമായി തന്നെ അവതരിപ്പിക്കുവാൻ കഴിയുന്ന കരുത്തുള്ള, ത്രാണിയുള്ള, പ്രാപ്തിയുള്ള നേതാവാണ് ശശി തരൂർ എന്ന ബോധ്യം BJPക്കുണ്ട്. ഇതേ ബോധ്യം തന്നെ കോൺഗ്രസിനും ഉള്ളത് കൊണ്ട് തന്നെയാകണം ശശി തരൂർ എന്ത് തന്നെ പറഞ്ഞിട്ടും അങ്ങനെ വലിയ തിരിച്ചടിയോ താക്കീതോ ശശി തരൂരിന് നൽകാതെ നിശബ്ദത പാലിച്ചുകൊണ്ട് കോൺഗ്രസ് മുൻപോട്ട് പോകുന്നത്. കോൺഗ്രസ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ തനിക്ക് BJPയിലേക്ക് പോകാമായിരുന്നു എന്നൊരു ധാരണ ചിലപ്പോൾ ശശി തരൂരിൻ്റെ ഉള്ളിൽ ഉണ്ടാകാമെന്ന്
പല നേതാക്കന്മാർക്കും തോന്നിയിട്ടുണ്ടാകാം. ഇവിടെ എന്തുകൊണ്ട് ശശി തരൂർ താൻ BJP-യിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നു എന്ന് പറയുന്നില്ല എന്ന ചോദ്യത്തിന് പ്രസക്തിയേറുകയാണ്. അവിടെ പ്രധാനമായും ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തെ വിഷയം, മതനിരപേക്ഷതയ്ക്ക് വേണ്ടി സംസാരിക്കുകയും എഴുതുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്ത ശശി തരൂർ ഇനി എങ്ങനെയാണ് BJP-യുടെ രാഷ്ട്രീയ ചുവയുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക? മറ്റൊന്ന്, ശശി തരൂർ BJP-യിലേക്ക് എത്തുന്നതിനോട് സംസ്ഥാന നേതൃത്വത്തിന് ചില അമർഷമുണ്ട്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രസംഗത്തിൽ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള ശശി തരൂരിൻ്റെ പ്രസംഗത്തിൽ ഇപ്പോഴും സംസ്ഥാന നേതൃത്വത്തിലെ ചില നേതാക്കന്മാർക്ക് അമർഷമുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാന നേതൃത്വത്തിന് ശശി തരൂർ BJP-യിലേക്ക് എത്തുന്നതിനോട് വലിയ യോജിപ്പില്ല എന്ന് തന്നെ കണക്കാക്കാം. എന്നാൽ ശശി തരൂർ BJP-യിലേക്ക് ഇല്ല എന്നും പകരം ഭരണഘടനാപരമായി കേന്ദ്ര നേതൃത്വം തന്നെ ഏൽപ്പിക്കുന്ന ഏത് ഉത്തരവാദിത്വവും കൃത്യമായി ചെയ്യുവാൻ താൻ പ്രതിജ്ഞാബദ്ധനാണെന്നും രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ താൻ മുഴുവൻ സമയവും താല്പര്യപ്പെടുന്നു എന്ന് പറയുന്ന ശശി തരൂരിനെ സംബന്ധിച്ച് ഇപ്പോൾ അത്തരത്തിൽ ഒരു പാലം കൂടി മുമ്പോട്ട് വയ്ക്കുകയാണ് BJP. അതിൽ ശശി തരൂർ ഭദ്രമായി പിടിച്ചു നിൽക്കുന്നു എന്ന വാദമുയർത്തുന്നവരും നിരവധിയാണ് കേരള രാഷ്ട്രീയത്തിൽ. 2014 ഏറ്റവും ഒടുവിൽ കേന്ദ്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം ശശി തരൂർ അലങ്കരിക്കുന്നത്, കേന്ദ്രമന്ത്രി എന്ന പദം. പിന്നീട് കുറേ കാലം അത്തരത്തിൽ പ്രധാനപ്പെട്ട പദങ്ങളൊന്നും അലങ്കരിക്കുവാൻ കഴിയാതെ, തൻ്റെ കഴിവും പ്രാപ്തിയും ഈ രാജ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ കഴിയാതെ നിശബ്ദനായി ഇരുന്നു പോയി ശശി തരൂർ എന്നൊരു വാദമുയരുന്നു. ഇപ്പോൾ കേന്ദ്ര നേതൃത്വം തന്നെ അദ്ദേഹത്തിന് ഒരു വാതായനം തുറന്നിട്ട് നൽകുന്നു. അത് കൃത്യമായി ഉപയോഗപ്പെടുത്തുന്നു ശശി തരൂർ. പക്ഷേ അത്ര വലിയ ചെറുതല്ലാത്ത, എന്നാൽ അത്ര വലുതുമല്ലാത്ത ഒരു ഭയം കോൺഗ്രസിനുള്ളിൽ ഉടലെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശശി തരൂരിനെ അങ്ങനെ കയറ് പൊട്ടിയ പട്ടം പോലെ പറത്തിവിട്ടാൽ BJP-ക്ക് ഏറ്റവും ശക്തമായ ഒരു ആയുധം കോൺഗ്രസ് നേരിട്ട് ചെന്ന് കയ്യിൽ കൊണ്ടുവച്ച് കൊടുക്കുന്നത് പോലെ ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലും കേന്ദ്രത്തിലുമൊക്കെ ഉണ്ടാകില്ലേ എന്ന ഭയം സ്വാഭാവികമായും കോൺഗ്രസിനുണ്ടാകാം.